ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കണ്ട മനസ്സിലായിട്ടുണ്ടാവും, ഷെഫ് പാലാട്ട് റെസ്റ്റോറൻറ്റ് മണ്ണാർക്കാട്. അവിടേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വിരുന്ന് വിളിച്ചിട്ടുണ്ട് അനിയത്തിനെയും ഭർത്താവിനെയും ഫാമിലിയൊക്കെ. പിന്നെ നമ്മുടെ കുറച്ച് ഫാമിലി ഉണ്ട്. ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നൊട്ടമല തൊട്ട് താഴെയായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായിയും ഭർത്താവും മക്കളും എത്തിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ അവരും അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവർ എല്ലാവരും കൂടി ഒന്നിച്ച് അകത്തേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഇതാ അവരെത്തി. ഞങ്ങളൊരു അധിക സമയമൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല, ഒരു 5-10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ പാർക്കിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ രാത്രിയല്ലേ, ഇപ്പോൾ ഹെവി വെഹിക്കിൾസൊക്കെ പോകുന്ന സമയമാണ്, റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് നേരം പാർക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് ഫാമിലിയും അവരുടെ അത്യാവശ്യം വേണ്ട അവരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. ഒരു മിനി ഹാളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വർഷം മുന്നേ ഈ ഹോട്ടലിൻ്റെ പേര് വേറെ ആയിരുന്നു, അത് കത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ശരിയാക്കി. ഇപ്പോൾ ഷെഫ് പാലട്ട് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ അവർ വന്നു. അങ്ങനെ അവർ വന്നു. അവരെല്ലാവരും കൈ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട്. വീഡിയോ എടുത്തപ്പോൾ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക്, ചെറിയൊരു ക്ലിയർ വ്യത്യാസം കുറവുള്ളത് പോലെ. അങ്ങനെ അവരെ കൂടെയുള്ള അടുത്ത കാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അകത്തേക്ക് കയറി മുകളിലിരുന്നു. ചെറിയൊരു ഹാളിലായിരുന്നു, മിനി ഹാളുണ്ടായിരുന്നു. അധികം പേരില്ലാത്തതുകൊണ്ട് അത്യാവശ്യം പേരുള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ഹാളിലായിരുന്നു. ചെന്നപ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്, ജ്യൂസ് ഉണ്ടായിരുന്നു. ഇതാണ് അവർ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആള്. ഭക്ഷണം നമ്മൾ വന്നിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ എത്ര സീറ്റുണ്ടോ അതിനനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തലേ ദിവസം തന്നെ ഇത് പറയണം, അല്ലെങ്കിൽ അന്ന് രാവിലെയെങ്കിലും പറഞ്ഞാൽ അവരത് ശരിയാക്കി വെക്കും. അങ്ങനെ എല്ലാവരും പുറത്തിരുന്നു ഒരു ഭക്ഷണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് പേര് ഹാളിനകത്ത് തന്നെ ബാക്കിൽ സീറ്റുണ്ട്, അപ്പോൾ അവരവിടെ പോയിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പുറത്ത് തന്നെ സീറ്റുണ്ട്, ഇവിടെ ഇരിക്കാം. അങ്ങനെ വന്നവരൊക്കെ വെള്ളമൊക്കെ കുടിച്ചു. ഇനി അവർ ഓരോ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് എൻ്റെ 2 മൂത്താപ്പാർ വന്നിട്ടുണ്ട്. പിന്നെ മൂത്താപ്പാടെ മകനും അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. അങ്ങനെ അവർ വെള്ളമൊക്കെ കുടിച്ചു. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് അവിടെ റെഡി ആയിട്ടില്ല മീൻസ് എന്ന് പറഞ്ഞത് ചൂടോടുകൂടി അവർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളൊരു 10-15 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും അകത്ത്, എല്ലാവർക്കും സീറ്റ് ഉണ്ടായിരുന്നു. അവസാനം ഒരു 3-4 പേര് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരാരും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് അൽഫാം മന്തി ആയിരുന്നു. അതുപോലെ പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് ഫ്രൈ, അതുപോലെ പിന്നെ ഉണ്ടായിരുന്നത് ചപ്പാത്തി, പൊറാട്ടി, പിന്നെ ബട്ടർ ചിക്കൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ ഐസ്ക്രീമും. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ അവസാനം മുത്താപ്പയുടെ മക്കളായിരുന്നു അവസാനം ഇരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് പുറത്ത് വന്നിരുന്ന് ഫ്രീ ആയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ കഴിക്കാണ്ടായിരുന്ന ബാക്കിയുള്ളവർ അവരകത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് നേരം. അങ്ങനെ ഇവർ എന്നിട്ട് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തില്ല, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഓരോരുത്തരായി പോയി. ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങി പോന്നു. അവരെ കൂടെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയ സമയം ഒരു 8 മണിയാണ് കേട്ടോ കൃത്യം. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന സമയം ഒരു 9:30 ആയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും പുറത്തെത്തി ഓരോരുത്തരായിട്ട് പോയിട്ടുണ്ട്. പലവരും പോയി, പലവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും പോയതിനു ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും പോയി. അവസാനം നമ്മളും പോന്നു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. കാരണം നമുക്ക് ചൂടോട് കൂടിയാണ് അവർ സെർവ് ചെയ്തത്.
അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ടേസ്റ്റുള്ള ഫുഡാണെങ്കിലും അത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനും ഉപ്പയുടെ കൂടെയാണ് പോകുന്നത്. എന്നെ പോകുന്ന വഴിയിൽ എൻ്റെ വീട്ടിൽ ഇറക്കിയിട്ട് പിന്നെ അവരങ്ങോട്ട് പോകും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.